ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ള ഓപ്ഷനാണ്. റേഷൻ കാർഡ് സംബന്ധമായിട്ട് എന്ത് സർവീസുകളും ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സിറ്റിസൺ ലോഗിൻ ഉപയോഗിക്കണം. സിറ്റിസൺ ലോഗിൻ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് വരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് സേവനങ്ങൾ നൽകുമ്പോഴും ഇവിടെ ഈ സർവീസസ് എന്നുള്ള മെനു ആയിരിക്കണം ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിലവിലെ അവൈലബിൾ ആയിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ബാങ്ക് എക്സിസ്റ്റിംഗ് ബാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് തിരുത്താനുള്ള ഒരു മെനു ആണ് ഈ ഒരു മെനു എന്നുള്ളത്. പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ആവശ്യമുള്ളത് എന്നുള്ളത് ബാങ്കിന്റെ പാസ്ബുക്ക് ആണ്. അത് മാൻഡേറ്ററി എന്നല്ല. അതുപോലെ തന്നെ സൈനഡ് ആപ്ലിക്കേഷൻ ആണ് മാൻഡേറ്ററി ഡോക്യുമെന്റ് എന്നുള്ളത്. അതുമല്ലെങ്കിൽ വെള്ളക്കടലാസിൽ ഒരു അപേക്ഷയാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ മാറ്റുന്നതായിട്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഏത് ആളുടെ പേരിലാണ്, ഫോർ എക്സാമ്പിൾ അവർ ആ നിലവിലുള്ള ഓണറുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടതെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇനി അല്ല ഇതിനകത്തുള്ള വേറെ ഏതെങ്കിലും മെമ്പറിന്റെ ആണ് കൊടുക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ബാങ്കിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാങ്ക് നിലനിൽക്കുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. IFSC കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള കോളത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്നും കൂടി കൺഫേം ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത് റീസൺ എന്നുള്ള ഭാഗത്ത് പുതിയ അക്കൗണ്ട് എടുക്കുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപേക്ഷ ഡ്രാഫ്റ്റിലോട്ട് മാറും. ശേഷം നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ മറ്റു രേഖകളാണെങ്കിൽ അവിടെ ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ വെള്ളക്കടലാസിലെ അപേക്ഷയാണെങ്കിൽ അതവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രിന്റ് ലഭിക്കും. പ്രിന്റ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുക. അവരെ കൊണ്ട് സിഗ്നേച്ചർ വാങ്ങിക്കുക, സൈൻ ചെയ്യുക. ശേഷം സ്കാൻ ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ഫൈനൽ സബ്മിറ്റ് നടത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസിൽ കിട്ടുള്ളൂ. ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഭാഗം മറക്കാതിരിക്കുക. ഇത്രയാണ് നമ്മളൊരു ബാങ്ക് ഡീറ്റെയിൽസ് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്.